പുതിയ തലമുറ എതിർക്കുന്നൊന്നുമില്ല, അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു പിക്ചറും കൂടെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമവും ഉണ്ട്. അത് വ്യക്തമായിട്ട് നടന്നത് കേരളത്തിൽ അത് അതിന്റെ പുറകിൽ ആരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നത്. പൂർണ്ണമായും ഈ കല്യാണം നടത്തി പുലിവാല് പിടിച്ച ആൾക്കാർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഇതൊന്നും അത്ര എളുപ്പമല്ല. ഇത് എളുപ്പമല്ലെന്ന് മാത്രമല്ല, ഇത് വളരെ അധികം ദോഷം ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് വരും എന്നുള്ളതാണ്. ഇപ്പം അവരതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടില്ല. ഒരു പക്ഷേ നിയമത്തിൻ്റെതായ വഴിക്കാണ് പോകുന്നതെങ്കിൽ ഈ കല്യാണം നടത്തിക്കൊടുത്ത കാരണവരായി നിന്ന നേതാക്കളെല്ലാം ചിലപ്പോൾ ഉണ്ടതിനും ഉള്ളേ പോകും. അതിന് അഴി എണ്ണ യോഗം ഉണ്ടെങ്കിൽ പിന്നെ അത് മാറ്റിമറിക്കാൻ. ഇത് വേറെ ഒന്നും പറഞ്ഞ് നമുക്ക് ഇതിന്ന് ഒരു സ്റ്റേ പോലും വാങ്ങിക്കാൻ നോക്കില്ല. കാരണം പോക്സോ കേസായിട്ട് വരുമ്പോൾ അത് മുൻകൂർ ജാമ്യം കിട്ടില്ല. പിന്നെ ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയക്കുക എന്ന് പറഞ്ഞാൽ അതും വ്യാജരേഖകളുടെ അവരെ ബലാത്സംഗത്തിന് വിധേയമാക്കുന്നതിന് തുല്യമായ പ്രക്രിയ.